വൈദ്യുതി പ്രതിസന്ധി മറികടക്കാൻ തത്സമയ വിപണിയിൽ നിന്നും 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാനുള്ള കരാറിൽ ഇനിയും തീരുമാനമായിട്ടില്ല. വിഷയത്തിൽ പരസ്പരം പഴിചാരുകയാണ് റെഗുലേറ്ററി കമ്മീഷനും KSEBയും. അടിയന്തര ഘട്ടത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനം വൈകിപ്പിക്കുന്നുവെന്നാണ് KSEBയുടെ ആക്ഷേപം. വേനൽ തയ്യാറെടുപ്പിൽ KSEBയ്ക്ക് വീഴ്ച സംഭവിച്ചുവെന്നാണ് റെഗുലേറ്ററി കമ്മീഷന്റെ വിമർശനം. സംസ്ഥാനത്ത് വൈദ്യുതി ഉപഭോഗം റെക്കോർഡ് കടന്നപ്പോഴാണ് KSEB തത്സമയ വിപണിയിൽ നിന്നും 250 മെഗാവാട്ട് വൈദ്യുതി വാങ്ങാൻ റെഗുലേറ്ററി കമ്മീഷനോട് അനുമതി തേടിയത്. എന്നാൽ റെഗുലേറ്ററി കമ്മീഷൻ നടത്തിയ ഹിയറിംഗിൽ KSEB മതിയായ രേഖകൾ നൽകിയില്ലെന്ന് ചൂണ്ടിക്കാട്ടി കരാറിൽ തീരുമാനമായില്ല. അടിയന്തര ഘട്ടത്തിൽ റെഗുലേറ്ററി കമ്മീഷൻ തീരുമാനം വൈകിപ്പിക്കുന്നുവെന്നാണ് KSEBയുടെ ആക്ഷേപം. കമ്മീഷൻ ആവശ്യപ്പെട്ട വിവരങ്ങളെല്ലാം നൽകിയെന്നും വൈദ്യുതി ബോർഡ് അധികൃതർ പറയുന്നു. 90 ദിവസം വരെ മുൻകൂട്ടി വൈദ്യുതി വാങ്ങാവുന്ന ടേം ഹെഡ് മാർക്കറ്റിൽ നിന്ന് വൈദ്യുതി വാങ്ങാനാണ് അനുമതി തേടിയത്. ഇതിന് മുൻകൂർ അനുമതി വേണ്ടെന്നാണ് റെഗുലേറ്ററി കമ്മീഷന്റെ ഭാഗം. കമ്മീഷൻ രേഖാമൂലം അനുവദിച്ചതിനു ശേഷം മാത്രം വൈദ്യുതി വാങ്ങിയാൽ മതിയെന്നാണ് ബോർഡിന്റെ തീരുമാനം. ബാറ്ററി സ്റ്റോറേജ് നിലയങ്ങൾ വേനലിനു മുന്നേ പൂർത്തിയാക്കിയില്ലെന്നതുൾപ്പെടെ ചൂണ്ടിക്കാട്ടി KSEBയുടെ വേനൽ തയ്യാറെടുപ്പിലെ പോരായ്മകളെ വിമർശിക്കുകയാണ് കമ്മീഷൻ. KSEB പ്രതീക്ഷിച്ചതിലും 2 ഇരട്ടി വർധനവാണ് ഇക്കുറി വൈദ്യുതി ഉപഭോഗം. ചൂട് ക്രമാതീതമായി ഉയർന്നത് തിരിച്ചടിയായി. ഗ്യാസ് പ്രതിസന്ധി മൂലം ആളുകൾ ഇൻഡക്ഷൻ അടുപ്പിലേക്ക് മാറിയതും പ്രതിസന്ധി കൂട്ടിയെന്നാണ് വിലയിരുത്തൽ. ചൂട് കൂടുന്നതിനനുസരിച്ച് സംസ്ഥാനത്തെ വൈദ്യുതി ആവശ്യകത ഉയരുകയാണ്. ഇനിയും വൈദ്യുതി വാങ്ങാൻ കഴിഞ്ഞില്ലെങ്കിൽ പ്രതിസന്ധി രൂക്ഷമാകും. വൈദ്യുതി വാങ്ങാൻ അനുമതി വേഗത്തിൽ നൽകണമെന്നാണ് ആവശ്യം. റിപ്പോർട്ടർ, തിരുവനന്തപുരം.